നമുക്കൊരു സാൻഡ് എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ടൊരു പുതിയ കോമ്പോസിഷൻ എടുക്കുന്നു. അതിനുശേഷം ഇതിൻ്റെ അകത്ത് ഞാൻ സാൻഡ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, അതിനുശേഷം നമുക്ക് ടെക്സ്റ്റ് ലെയറിൻ്റെ അകത്ത് സാൻഡ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം Ctrl+Alt+Home, അതെന്തിനാണ് മിഡിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഞാൻ ഫുള്ള് എന്നുള്ളതിനെ അങ്ങ് ക്വാർട്ടർ ആക്കുന്നു. കാരണം അത്രയും ക്വാളിറ്റി, ചിലപ്പോൾ നമ്മൾ പാർട്ടിക്കിളാണ് ചെയ്യുന്നത്, സ്വല്പം ക്വാളിറ്റി കുറച്ച് ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പോൾ സാൻഡ് എന്ന് പറഞ്ഞ ഈ ഒരു ടെക്സ്റ്റ് ലെയർ ഇവിടെ ഇരിക്കുന്നു. ഇനി ഇതിനെ തന്നെ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എടുക്കാം, Ctrl+D. ഇപ്പോൾ സാൻഡ് 2 നമുക്ക് എൻ്റർ ചെയ്തിട്ട് അതിൻ്റെ പാർട്ടിക്കിൾസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുത്തു. എഫക്ട്സ് ആൻഡ് പ്രീസെറ്റിൻ്റെ അത് പോയിട്ട് നമുക്ക് CC കോമ്പോസിറ്റ് എന്ന് പറഞ്ഞു കൊടുക്കുക. ഈ കോമ്പോസിറ്റിന് ഡ്രാഗ് ചെയ്ത് നമ്മൾ ഇതിൻ്റെ അകത്ത്. ഓക്കെ, അതിനുശേഷം നമുക്ക് CC പാർട്ടിക്കിൾ സിസ്റ്റം 2 CCPART എന്നടിക്കുമ്പോൾ തന്നെ സിമുലേഷൻ്റെ അകത്ത് CC പാർട്ടിക്കിൾ സിസ്റ്റം 2 വരും. അതിന് ഡ്രാഗ് ചെയ്ത് പാർട്ടിക്കിളിലേക്ക് ഇടുക. ഓക്കെ, ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് പാർട്ടിക്കിൾ എമിറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഇതാണ് ഒരു പാർട്ടിക്കിൾ. മൂവ് ചെയ്ത് കഴിഞ്ഞാൽ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇതിൻ്റെ അകത്ത് മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ CC കോമ്പോസിറ്റ് ഇട്ടത്. അത് അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ആയിരിക്കണം, വേറെ ഒന്നും അതിൻ്റെ അകത്ത് ചേഞ്ച് ചെയ്യാനില്ല. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് ബർത്ത് റേറ്റ് നമുക്കൊരു 50 കൊടുക്കാം. അപ്പോൾ നമുക്കത് കാണാൻ പറ്റുന്നില്ല എന്ന് നമുക്ക് തോന്നും, പക്ഷേ നമുക്ക് റെഡിയാക്കാം. ഓക്കെ, 50 കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ ലോങ്റ്റിവിറ്റി നമുക്ക് വേണമെങ്കിൽ സ്വല്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം, കുറയ്ക്കാനോ കൂട്ടണോ എന്നുള്ള കാര്യം നമുക്ക് തീരുമാനിക്കാം. അതിനുശേഷം ഇതിൻ്റെ അകത്ത് പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞൊരു ടാബുണ്ട്, അത് തൽക്കാലം അങ്ങനെ നിന്നോട്ടെ. അതിനുശേഷം നമുക്ക് ഫിസിക്സ് എന്ന് പറഞ്ഞ ടാബ്, പിന്നെ അതിൻ്റെ അകത്തുണ്ട് എക്സ്പ്ലോസീവ്. അതിനെ മാറ്റിയിട്ട് നമുക്ക് ഡയറക്ഷൻ, അതാകുമ്പോൾ ഒരു പർട്ടിക്കുലർ ഡയറക്ഷൻ വഴി മാത്രം അത് എമിറ്റ് ചെയ്യും. അപ്പോൾ എനിക്ക് ഈ രീതിയിലല്ല എനിക്ക് എമിറ്റ് ചെയ്യേണ്ടത്. എനിക്ക് എമിറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? എനിക്ക് എമിറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഗ്രാവിറ്റി താഴോട്ടാണ് പോകുന്നത്. നമുക്ക് മൈനസ് കൊടുക്കാം, 0.2 കൊടുക്കും. ഓക്കെ, ഇനി ഞാൻ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? ഉണ്ടോ, ഈ രീതിയിലാണ് വരുന്നത്. ഇനി നമുക്ക് വെലോസിറ്റി 0 ആണ്. വെലോസിറ്റി നമുക്ക് കൂടിക്കഴിഞ്ഞാൽ ഭയങ്കര സ്പീഡിൽ അത് മൂവ് ആവും. അപ്പോൾ നമുക്ക് വെലോസിറ്റി കുറയ്ക്കാം, 0.5. ഓക്കെ, ഇനി ഞാൻ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ പ്ലേ ആവും. ഇപ്പോൾ ഒരു പ്രോബ്ലം ഉള്ളതെന്ന് പറഞ്ഞാൽ അതുമായിട്ടൊരു ലിങ്ക് ഇല്ലാത്ത രീതിയിലാണ് ഇപ്പോൾ പാർട്ടിക്കിൾസ് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ അത് ശരിയാക്കാൻ വേണ്ടി പാർട്ടിക്കിളിലേക്ക് വരിക. അതിനുശേഷം ഇതിൻ്റെ അകത്ത് സോഴ്സ് ആൽഫ ഇൻഹെറിറ്റൻസ് ഇത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഇന്ന് നമ്മൾ പ്ലേ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു പാർട്ടിക്കിളുമായിട്ടുള്ളൊരു ലിങ്ക് നമുക്കറിയാൻ പറ്റും. ഇത് ഓഫ് ചെയ്താൽ ഇങ്ങനെ വരും, ഓൺ ചെയ്താൽ ഇങ്ങനെ വരും. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇനി നമുക്ക് ഇതൊന്ന് അനിമേഷൻ ചെയ്ത് നോക്കാം. സോ അനിമേഷൻ ചെയ്യാൻ വേണ്ടി പൊസിഷൻ ഉണ്ട്. ആ പൊസിഷനിൽ ഒരു വട്ടം ക്ലിക്ക് ചെയ്യുക. ആ പൊസിഷൻ്റെ വാല്യൂ ഇവിടെ കൊണ്ടുവച്ച് സ്വല്പം ഒന്ന് സൂം ചെയ്യുക. ഓക്കെ, പൊസിഷനിലൊരു കീ ഫ്രെയിം ഇടുന്നു, പാർട്ടിക്കിൾ സെലക്ട് ചെയ്യുന്നു, പ്രസ് U, എന്നിട്ട് സ്വല്പം ഇങ്ങോട്ട് മൂവ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ പൊസിഷൻ കീ ഫ്രെയിം പതുക്കെ ഇങ്ങോട്ട് അനിമേറ്റ് ചെയ്യുക. മിഡ് ഒരെണ്ണം, ദെൻ നമ്മൾ ലാസ്റ്റിലേക്ക് വരുന്നു. ഫൈൻ. ഇനി പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പാർട്ടിക്കിൾ ഇങ്ങനെ മൂവ് ചെയ്ത് പോകുന്നതായിട്ട് നമുക്കിപ്പോൾ കാണാൻ പറ്റും. ഓക്കെ, ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ഈ പാർട്ടിക്കിളിൻ്റെ ഗ്രാവിറ്റി നമ്മൾ ടോപ്പിലോട്ടാക്കി, ഇൻഹെറിറ്റ് വെലോസിറ്റി മാറ്റി, അതുപോലെ തന്നെ വെലോസിറ്റി നമുക്ക് 0.2 കൊടുക്കും. ഓക്കെ, ഇപ്പോൾ പ്ലേ ചെയ്യുമ്പം ഉണ്ടോ ആ ഒരു രീതിയിൽ മൂവ് ചെയ്യുന്ന പോകുന്ന ഒരു ഫീൽ നമുക്ക് 0.2, 0.8 ആക്കിയാലോ, ഇനി മൂവ് ചെയ്താലോ, പ്ലേ ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു ഫീലിൽ അതുവഴി തന്നെ പോകുന്നൊരു ഫീൽ കിട്ടും. അതേപോലെ ഇൻഹെറിറ്റ് വെലോസിറ്റി നമുക്ക് 1 ആക്കിയാലോ, പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു സ്പീഡിൽ പോകുന്ന ഒരു ഫീൽ നമുക്ക് എല്ലാത്തിലും പോകുന്നൊരു ഫീൽ നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡയറക്ഷൻ ഒന്ന് ചേഞ്ച്, ഇങ്ങനെ വേണ്ട, ഇങ്ങനെ പൊക്കോട്ടെ. അതാകുമ്പോൾ കറക്റ്റ് ഒരു സാൻഡ് ഇങ്ങനെ പൊടിഞ്ഞ് 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 ഈ രീതിയിൽ പോകുന്ന ആ ഒരു ഫീല് നമുക്ക് കിട്ടും. ഇങ്ങനെ പൊടിഞ്ഞ് 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 പോകുന്ന ഒരു ഫീല് നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടും. ഓക്കെ, അത് നമുക്ക് എത്രത്തോളം ഫാസ്റ്റായിട്ട് പോകണം അത് അത്രത്തോളം നമ്മൾ എന്ത് ചെയ്യുക, ഫാസ്റ്റ് ചെയ്ത് വെച്ചു. ഇനി പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു, മൂവ് ചെയ്തു പോയി. ഓക്കെ, ഇനി നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്, ഈ സാൻഡിനും ഇതിനും ഒരേ കളറുണ്ട്. സോ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് ബർത്ത് കളർ അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക,
സാൻഡിൻ്റെ അതേ കളർ കൊടുക്കും. പ്ലേ ചെയ്യുമ്പോൾ അതിനും സാൻഡിനും ഏകദേശം സാൻഡ് എന്ന് പറഞ്ഞാൽ സാൻഡിൻ്റെ ടെക്സ്റ്റിനും ഏകദേശം ഒരേ കളർ തന്നെ ഇതൊന്നായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഏകദേശം നമ്മുടെ ബേസിക് ആയിട്ടുള്ള പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്ഷൻ വേറെ ഏത് വേണമെങ്കിലും ആക്കാം, എക്സ്പ്ലോസീവോ ഏത് വേണമെങ്കിലും ആക്കാം. മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് എക്സ്പ്ലോസീവ് ആവും, അതൊരു ഫീൽ വരത്തില്ല. നമുക്ക് എപ്പോഴും ഡയറക്ഷനാണ് നമ്മുടെ ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് നേരെ സാൻഡിലേക്ക് പോവുക. സാൻഡ് മീൻസ് സാൻഡ് ടെക്സ്റ്റ്. സാൻഡ് ടെക്സ്റ്റിലേക്ക് നമുക്ക് ഇതിനെ വൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനു വേണ്ടി നമ്മൾ ലീനിയർ വൈപ്പ് എന്ന് പറയുന്ന ഒരു ട്രാൻസിഷൻ ഉണ്ട്, ലീനിയർ വൈപ്പ്. അതിനെ നമ്മൾ സാൻഡിലേക്ക് ഡ്രാഗ് ചെയ്തു. ഓക്കെ, അപ്പോൾ അത് മൊത്തത്തിൽ കാണാതായി, കാരണം ഓൾറെഡി അതിൻ്റെ അകത്തൊരു അനിമേഷൻ ഉണ്ട്. ഞാൻ ഇതിൻ്റെ അകത്ത് യു അടിക്കുക, എന്നിട്ട് അതിൻ്റെ അകത്തുള്ള അനിമേഷൻ കംപ്ലീറ്റ് ഒന്ന് റിമൂവ് ചെയ്ത് കളയുക. അതിനുശേഷം ഇവിടെ വയ്ക്കുക. സാൻഡിന് നമുക്ക് മൊത്തത്തിൽ കാണണ്ട, ട്രാൻസിഷൻ കംപ്ലീറ്റ്, അത് നമ്മൾ 100 ആക്കുന്നു. ഓക്കെ, 100 ആയി കഴിയുമ്പോൾ ഇങ്ങനെയാണ് പോകുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് 0 ആക്കും. 0 ആക്കിയിട്ട് ഒരു കീ ഫ്രെയിം ഇട്ടിട്ട് ഇനി ഇത് മൂവ് ചെയ്യുമ്പോൾ ഇത് മൂവ് ചെയ്യും, കണ്ടോ. അപ്പോൾ ഇത് തിരിഞ്ഞാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് 90 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇത് -90 ആണ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് 90 ആക്കാം. അപ്പോൾ തിരിഞ്ഞ് കറക്റ്റായിട്ട് വരും. ഇനി നമ്മൾ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെ നിന്ന് ഇത് പോകുന്ന ഒരു ഫീൽ നമുക്ക്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ട്രാൻസിഷൻ കംപ്ലീഷനിൽ ക്ലിക്ക് ചെയ്യുന്നു, ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യുക. ഇതിവിടെ ഓരോ ലെറ്ററിൽ എത്തുന്ന സമയത്ത് ആ ലെറ്റർ കറക്റ്റായിട്ട് പൊടിഞ്ഞിരിക്കണം. സോ മൂവ് ചെയ്തിട്ട് കണ്ടോ, ഇവിടെ എത്തുമ്പോൾ ഇത് പൊടിഞ്ഞിട്ടില്ല. അപ്പോൾ അവിടെ എത്തുമ്പോഴും പ്രോപ്പറായിട്ട് പൊടിഞ്ഞിരിക്കണം. അപ്പോൾ കീ ഫ്രെയിം അത്രയും പ്രോപ്പറായിട്ട് നമ്മൾ ഡ്രാഗ് ചെയ്തിട്ടിരിക്കും. കണ്ടോ, പൊടിഞ്ഞ് ഇവിടെ എത്തുമ്പോൾ ആയിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യും, അവിടെ എത്തുമ്പോഴും നല്ലോണം പൊടിഞ്ഞ് അവർ പോകുന്നൊരു ഫീൽ നമുക്ക് കിട്ടണം. വീണ്ടും അതിനെ മൂവ് ചെയ്ത് കണ്ടോ, ഇവിടെ എത്തുമ്പോൾ വീണ്ടും അത് കംപ്ലീറ്റ്ലി പൊടിഞ്ഞ്. ഓക്കെ, വീണ്ടും മൂവ് ചെയ്യുന്നു, ഡ്രാഗ് ചെയ്യുന്നു, വീണ്ടും നമ്മൾ ഡ്രാഗ് ചെയ്തിട്ട് ഈ ഒരു പോർഷനിൽ വെച്ച് കൊടുക്കുന്നു, വീണ്ടും മൂവ് ചെയ്യുന്നു, അത് പൊടിഞ്ഞ് ഈ ഒരു ഭാഗത്തെത്തുമ്പോൾ കുറച്ചും കൂടെ മൂവ് ചെയ്തിട്ട് മൊത്തത്തിലങ്ങ് പൊടിഞ്ഞു പോകുന്നൊരു ഫീൽ. ഓക്കെ, ഇത് നമുക്ക് വേണമെങ്കിൽ സ്വല്പം ഒന്ന് ഫെദർ ചെയ്യാം. ഇവിടെ നോക്കിയാൽ ഇവിടെയൊക്കെ സ്വല്പം ഒരു എഡ്ജ് കയറുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ ഭാഗത്തൊക്കെ നമ്മൾ സ്വല്പം ഒന്ന് ഫെദർ ചെയ്ത് കഴിഞ്ഞാൽ അത് അതുമായിട്ട് ലയിച്ചിരിക്കുന്ന ഒരു ഫീൽ കിട്ടും. വേണമെങ്കിൽ സ്വല്പം കൂടെ ഒന്ന് ഡ്രാഗ് ചെയ്താലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ നോക്കിയാൽ പ്ലേ ചെയ്ത് കഴിയുമ്പോൾ പൊടിഞ്ഞ് മൊത്തത്തിൽ പൊടിഞ്ഞു പോകുന്നൊരു ഫീല് നമുക്ക് ഇതിലോട്ട് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് വേണം എന്നുള്ള കാര്യം നമുക്ക് തീരുമാനിക്കാം. എത്ര സ്പീഡിൽ പോകണം, എത്ര സ്ലോയിൽ പോകണം എന്നുള്ള കാര്യം എന്ത് ചെയ്യാം, നമുക്ക് തീരുമാനിക്കാം. ഓക്കെ, ഇനിയും വീണ്ടും നമ്മൾ പാർട്ടിക്കിൾ പോയി കഴിഞ്ഞാൽ പാർട്ടിക്കിളിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിൻ്റെ റേഡിയസ് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം, കൂട്ടണമെങ്കിൽ കൂട്ടാം. എക്സിൻ്റെ റേഡിയസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടേക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അതേപോലെ ഡയറക്ഷൻ നമ്മൾ ഓൾറെഡി അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാവിറ്റി വേണമെങ്കിൽ സ്വല്പം കൂടി അഡ്ജസ്റ്റ് ചെയ്യാം, -0.5. അങ്ങനെ ആയി കഴിഞ്ഞാൽ കുറച്ചും കൂടി ഫോഴ്സിൽ അത് മുകളിലേക്ക് പോകുന്നൊരു ഫീൽ കിട്ടും. പൊടിഞ്ഞ് മുകളിലോട്ട് പോകുന്നൊരു ഫീൽ കിട്ടും. അവിടെ എത്തുമ്പോൾ അത് കുറച്ചൊന്ന് ഇതായിപ്പോയി. ഏതാണ് ഇത്, നമ്മുടെ സാൻഡ്. നമുക്ക് ഇതിനെന്ത് ചെയ്യാം, വൈപ്പ് നല്ലോണം വൈപ്പ് ചെയ്യാം. അതുപോലെ CC പാർട്ടിക്കിളിനെ സെലക്ട് ചെയ്തിട്ട് പാർട്ടിക്കിളിൻ്റെ ആ ഒരു പൊസിഷൻ നമുക്ക് നല്ലോണം മൂവ് ചെയ്താൽ കഴിയാം. ഓക്കെ, ഇനി പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ മൊത്തത്തിൽ മൂവ് ചെയ്ത് പോകാം. ഫുൾ സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് കീ ഫ്രെയിം അസിസ്റ്റന്റ്, ഈസി. എല്ലാം സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് കീ ഫ്രെയിം അസിസ്റ്റന്റ്, ഈസി. പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്മൂത്തായിട്ട് അത് പൊടിഞ്ഞു പോകുന്ന ഒരു ഫീല് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. വേണമെങ്കിൽ നമുക്കൊരു റാമ്പ് ആഡ് ചെയ്ത് നോക്കാം. പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കറക്റ്റ് ഫീൽ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഒരു റാമ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിലെ ടെക്സ്ചറും കൂടെ നമുക്ക് പക്കായിട്ട് കിട്ടും. സോ റൈറ്റ് ക്ലിക്ക് ന്യൂ സോളിഡ് ആഡ് ചെയ്യുന്നു, സോളിഡിനെ ഏറ്റവും താഴെ ഇടുന്നു. ദെൻ ആഡ് എ റാമ്പ് ഫോർ ഗ്രേഡിയൻറ്റ് മാപ്പ് എടുക്കുക, ഡ്രാഗ് ചെയ്തിടുന്നു. ബ്ലൂ കളർ കൊടുക്കാം, ബ്ലൂ, ലൈറ്റ് ബ്ലൂ ടു ഡാർക്ക് ബ്ലൂ. ഓക്കെ, ഈ ഒരു രീതിയിലുള്ള ഒരു കളർ കൊടുക്കാം. അതിൻ്റെ അകത്ത് റാമ്പ് റേഡിയലാണെങ്കിൽ റേഡിയൽ ഇത് കൊടുക്കാം.
നിങ്ങൾ പ്ലേ ചെയ്ത് കഴിയുമ്പോൾ അതായത് പൊളിഞ്ഞു പോകുന്ന ഒരു ഫീല് കേട്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ ക്വാളിറ്റി അത്രയ്ക്ക് ഭയങ്കര ക്വാളിറ്റി ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്വാർട്ടർ മാറ്റിയിട്ട് ഫുൾ ക്വാളിറ്റി ആക്കുക. വേണമെങ്കിൽ ഐഡിയയിൽ മാറ്റിയിട്ട് ലീനിയർ ആക്കിയാൽ കുഴപ്പമില്ല. ഇനി പ്ലേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അതിന് മുന്നേ നമുക്ക് ഇത്രയൊന്നും അവസാനം വരെ പ്ലേ ചെയ്ത് കാണണ്ടല്ലോ. ഇവിടെ വയ്ക്കുക, എവിടം വരുന്നത് സ്റ്റോപ്പ് ചെയ്യുന്നത് വരെ മതിയല്ലോ. ഓക്കെ, ഇവിടെ വയ്ക്കുന്നു, എൻ അടിക്കുന്നു, റൈറ്റ് ക്ലിക്ക് ട്രിം കോം ടു വർക്ക് ഏരിയ കഴിഞ്ഞു. പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലിയ സ്ക്രീനിലൊന്ന് കാണാം. സെലക്ട് ചെയ്യുക, പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് പൊടിഞ്ഞു പോകുന്ന ആ ഒരു രീതിയിൽ നമുക്ക് കാണാം. ആക്ച്വലി ഇത് നമ്മൾ ഒരു ചെറിയൊരു എന്താണ് കറക്റ്റായിട്ട് അല്ല ഫ്രണ്ടിൽ വെച്ചിട്ട് അതിനെ പതുക്കെ അങ്ങ് ഹൈഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണം. അല്ലാതെ ഒറിജിനലായിട്ട് ആ ഒരു പാർട്ടിക്കിളിനെ അതൊരു എമിറ്റർ എന്ന രീതിയിൽ പൊളിച്ച് കളയല്ല ചെയ്യുന്നത്. പകരം ഒരു ലീനിയർ വൈപ്പ് അതിൽ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, അതിനെ മൂവ് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. നമുക്കത് മൊത്തത്തിലൊന്ന് പ്ലേ ആയിട്ട് നമുക്കതിൻ്റെ ഫുൾ ക്വാളിറ്റിയിൽ നമുക്ക് ഈ സംഭവം ഒന്ന് കാണാം. ആ ലീനിയർ വൈപ്പിൽ നിങ്ങൾ ആഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, കറക്റ്റ് അത് പോയിരിക്കണം. അതേപോലെ അത് പോകുന്നു എന്നുള്ളൊരു ഫീലും നമ്മളവിടെ കറക്റ്റായിട്ട് കൊണ്ടുവരണം. ഒരു കാരണവശാലും അവിടെ നിൽക്കാൻ പാടില്ല, സ്ട്രിക്റ്റായിട്ട് മൂവ് ചെയ്ത് പോകണം. ഓക്കെ, ഇനി ഒന്ന് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, കറക്റ്റായിട്ട് മൂവ് ചെയ്ത് പോകുന്ന ഒരു ഫീൽ നമുക്ക് കിട്ടും. ഓക്കെ, അതിൻ്റെ അകത്ത് ഫൈൻ ട്യൂൺ ചെയ്ത് നമുക്ക് പ്രോപ്പറാക്കി. ഓക്കെ, ഈ ഒരു ട്യൂട്ടോറിയൽ നമുക്ക് ഉപയോഗപ്രദമായി പ്രതീക്ഷിക്കുന്നു. കൂടുതൽ ട്യൂട്ടോറിയൽസുമായിട്ട് നമുക്ക് കാണാം. ബൈ.